ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുക പെർഫെക്ഷൻ ആണ്, ക്ലീൻനെസ് ആണ്, അറേഞ്ച്മെന്റ് ആണ് എന്നൊക്കെയാണ്. പക്ഷെ റിയാലിറ്റി ഇതിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട് വിച്ച് കം റിപ്പീറ്റ്ലി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയോ, ഞാൻ വാതിലടിച്ചോ. ഈ തോട്ടൊക്കെ കോമൺ ആണ്. പക്ഷേ ഈ തോട്ട് ഇഗ്നോർ ചെയ്യാൻ കഴിയാതാവുക. പകരം ഈ തോട്ട് മെയിൻ ത്രെറ്റായി ട്രീറ്റ് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്യും, പക്ഷെ അത് ടെമ്പററി റിലീഫ് ആയിരിക്കും. ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞാൽ സെയിം ഡൗട്ട് റിട്ടേൺ ആവും. മൈൻഡിന് 100% കൺഫർമേഷൻ വേണം, പക്ഷെ റിയൽ ലൈഫിൽ 100% സെർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ഇറ്റ് കീപ് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരു പേഴ്സണ് ലോജിക്കലി അറിയാം ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ ഇമോഷണൽ ബ്രെയിൻ സ്റ്റിൽ സേ വാട്ട് ഇഫ് യു ആർ റോങ്. ഇത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും മൈൻഡും ആൻസൈറ്റി സിസ്റ്റവും തമ്മിൽ. ഓവർ ടൈം പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഡൂയിങ് മെന്റൽ റിച്വൽസ്. റിപ്പീറ്റഡായി ചെക്ക് ചെയ്യാൻ, റീഅഷുറൻസ് ചെയ്യാൻ, റിവ്യൂ ചെയ്യാൻ, അല്ല ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ. പക്ഷെ പ്രോബ്ലം എന്താ അറിയോ, എത്രമാത്രം നമ്മൾ സെർട്ടനിറ്റി സീക്ക് ചെയ്യുന്നു, ദാറ്റ് മച്ച് സ്ട്രോങ്ങർ ബിക്കം ദ ഡൗട്ട്. മൈൻഡ് അൺസെർട്ടനിറ്റിയെ ഡേഞ്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം, ഈവൻ ദോ അവിടെ ഒരു ഡേഞ്ചർ ഇല്ലെങ്കിൽ പോലും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൂത്ത് എന്താ അറിയും, നമുക്ക് നമ്മളെ തോട്ട് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ റിയാക്ഷൻ ടു തോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം.